ഹലോ, അപ്പോൾ നമുക്കിന്ന് ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് റോസ്റ്റാണിത്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫിനുള്ള അളവുകളാണ് പറയുന്നത്. അതിനായിട്ട് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി, ഒരു 5 പച്ചമുളക്, ഒരു വെളുത്തുള്ളി ഫുള്ള് തൊലി കളഞ്ഞത്, ഒരു വലിയ സബോള, ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത്രയ്ക്കാണ് വേണ്ടത്. അതിൽ തക്കാളിയും സബോളയും നമുക്ക് അരിഞ്ഞെടുക്കണം. ബാക്കി മൂന്നും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം. അധികം പൊടികളൊന്നും ഇല്ലാത്ത വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 വറ്റൽമുളക്, 10 ഏലക്കായ, 2 ടേബിൾ സ്പൂൺ പെരുംജീരകം എന്നിവ നന്നായി പൊടിച്ചെടുക്കണം. വളരെ നൈസ് പൊടിയാവാൻ പാടില്ല, ചെറിയ തരികളൊക്കെയുള്ള പൊടികളായിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഏതെണ്ണയാണ്, വെളിച്ചെണ്ണയായാലും സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലാണെന്ന് വെച്ചാലും അത് ഒഴിച്ചതിന് ശേഷം ഒരു 4 പീസ് പട്ട, 5-6 ഗ്രാമ്പു എന്നിവ ഇട്ട് ഒന്ന് മൂത്ത് വന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അന്ന് ട്രാൻസ്പെറൻറ്റ് ലെവലിലോട്ട് മാറാനും പാടില്ല. അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അവ ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായി ഒന്ന് വഴണ്ടി, നന്നായി ഉടയൊന്നും വേണ്ട, കാരണം നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണല്ലോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കും. പൊടികളായിട്ട് ഞാനിവിടെ ആകെ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ നമ്മുടെ മീറ്റ് മസാലയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മസാല പൗഡർ അതാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം വാങ്ങി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 500 ഗ്രാം ബീഫാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ബീഫുമായിട്ട് നല്ലപോലെ മിക്സ് ആവണം. അതിനുവേണ്ടി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ മസാലയും ബീഫും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ മസാല എത്തണം. നമ്മളിതിൽ കാരണം വളരെ കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ശരിക്കും വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നും ഇത്തിരി ചാറോട് കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിലും, ലോ ഫ്ലെയിമിൽ ഒരു 5 മുതൽ 7 വരെ ഓരോ ബീഫിൻ്റെയും വേവിനനുസരിച്ചിരിക്കും അത്. അങ്ങനെ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ടുള്ള 5 മുതൽ 7 വരെ ഉള്ള വിസിലും അടിക്കുക. അത് കഴിഞ്ഞ് ആവിയെല്ലാം കളഞ്ഞ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഗ്രേവി ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും ചെറുതായിട്ട് വറ്റിച്ച് സെമി ഗ്രേവിയോട് കൂടിയിട്ട് എടുക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും എന്തായാലും തയ്യാറാക്കി നോക്കാം.